ഹലോ ഹായ്. ജമ്മുവിലെ ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങുന്നു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിശേഷപ്പെട്ട ഒരു ടെമ്പിളിലേക്ക് പോവുകയാണ്. പോകും വഴിക്ക് രണ്ട് കുഞ്ഞു കിളികളെ കണ്ടിരുന്നു. അവർ പൊത്തിന് പുറത്ത് വന്നിരുന്ന് അവരുടെ അമ്മയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് ഞാനിപ്പോൾ മല കയറി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ജൂൺ ജൂലൈ മാസത്തിൽ ജമ്മുവിൽ അതിഭയങ്കരമായ ചൂടാണ്, പ്രത്യേകിച്ച് റിയാസി ജില്ലയിൽ. ക്ഷേത്ര കവാടത്തിൽ നിന്നും 14 കിലോമീറ്റർ പർവ്വതമുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ 14 കിലോമീറ്ററും കാൽനടയായിട്ട് നടന്നാണ് ഞാൻ ക്ഷേത്രത്തിൽ ചെന്നത്. എനിക്കിനി 10 കിലോമീറ്റർ കൂടെ മല കയറി പോകാനുണ്ട്. ഞങ്ങളങ്ങനെ വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്കുള്ള മല കയറുകയാണ്. അതായത് ഇപ്പോൾ ത്രികൂട പർവ്വതം കയറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. വിയർത്ത് ക്ഷീണിച്ചൊക്കെയാണ് കയറിപ്പോയത്. ജമ്മുവിലെ കോഴികൾ, അതായത് കത്രയിൽ വൈഷ്ണോദേവിയുടെ ത്രികൂട പർവ്വതത്തിലെ കോഴികളാണിത്. ത്രികൂട പർവ്വതത്തിലെ കോഴികൾ. ഹായ്, നല്ല ഭംഗിയുണ്ട്, നല്ല വാല് കണ്ടോ. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടൊക്കെ മല കയറുന്നവരുമുണ്ട്. ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരാനായി 10:30-ക്കുള്ള തിരുനെൽവേലി എക്സ്പ്രസ്സിൽ വരേണ്ടതുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ഷേത്ര കവാടത്തിൽ നിന്നും മല കയറാൻ തുടങ്ങി. 3:30 ആയപ്പോഴേക്കും മുകളിലെത്തിയിരുന്നു. അത്രയ്ക്ക് സ്പീഡിലാണ് ഞങ്ങൾ നടന്നു പോയത്. എല്ലാവരും ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും ഞങ്ങൾ അത് വകവയ്ക്കാതെ മല കയറി ക്ഷേത്രത്തിൽ എത്തി തൊഴുത് 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ താഴെ എത്തി, ബസ് സ്റ്റാൻഡിലെത്തി. എന്തുവാണേലും ഞങ്ങൾക്ക് 10:30-ക്കുള്ള ആ തിരുനെൽവേലി എക്സ്പ്രസ് കയറാൻ പറ്റി. തിരിച്ചും നടന്നു തന്നെയാണ് ഞങ്ങൾ താഴേക്ക് എത്തിയത്. ഇത്രയും വലിയ ചൂടിലും ഇവിടെ ഭയങ്കര തിരക്കാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് മൊബൈലോ നമ്മുടെ കയ്യിലുള്ള ഒന്നും വാച്ച് പോലും കൊണ്ടുകയറാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം കയറിപ്പോകാനായിട്ട്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് കടകളും നട്ട്സ് കടകളും ഒക്കെ കാണുന്നുണ്ട്. കുതിരപ്പുറത്തേറിയും ക്ഷേത്രത്തിലേക്ക് പോകുന്നവരുണ്ട്. തിരികെയും അങ്ങനെ കുതിരപ്പുറത്ത് വരുന്നവരും ഉണ്ട്. പലതരത്തിലുള്ള കുരങ്ങന്മാരെയും ഒക്കെ അവിടെ കാണാവുന്നതാണ്. വഴി സൈഡുകളിലൊക്കെ ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളും വ്യൂ പോയിന്റുകളും ഒക്കെ ഉണ്ട്. മനോഹരമായ കാഴ്ചകളും കണ്ട് ദേവിമാരുടെ അനുഗ്രഹങ്ങളും വാങ്ങി തിരികെ എത്തുന്നത്.
അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും കാണാം.